നമസ്കാരം. പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2025-2026 വർഷത്തെ കേരളത്തിലെ പ്രധാന സാഹിത്യ അവാർഡുകളാണ് ക്ലാസ് എടുക്കാനായിട്ട് പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ക്ലാസ്സാണ്. വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷ എഴുതുന്നവർക്ക് ഏറ്റവും അധികം ഉപകാരപ്പെടുന്ന ക്ലാസ്സാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യയിലെ പ്രധാന നിയമനങ്ങൾ ക്ലാസ് എടുത്തിട്ടിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടതിന് ശേഷം ഈ ഒരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സും കൂടി കാണുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് പരീക്ഷയിൽ മാർക്ക് കിട്ടിയിരിക്കും. ക്ലാസ്സിലേക്ക് പോകാം. 2026 ഹരിവരാസന പുരസ്കാരം നേടിയതാര്? 2026 ഹരിവരാസന പുരസ്കാരം നേടിയത് നാഗസ്വര വിദ്വാനായിട്ടുള്ള തിരുവിഴ ജയശങ്കറാണ് 2026 ഹരിവരാസന പുരസ്കാരം നേടിയത്. 2025 ഹരിവരാസന പുരസ്കാരം നേടിയത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ്. 2025 കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, 2026 തിരുവിഴ ജയശങ്കർ. 2025 വയലാർ അവാർഡ് നേടിയതാര്? വയലാർ അവാർഡ് നേടിയത് സന്തോഷ് കുമാറാണ് വയലാർ അവാർഡ് നേടിയത്. 49ാമത് വയലാർ അവാർഡാണ് 2025 പ്രഖ്യാപിച്ചത്. അദ്ദേഹത്തിൻ്റെ തപോമയിയുടെ അച്ഛൻ എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ വയലാർ അവാർഡിനൊക്കെ ഏത് കൃതിയാണ് എന്നുകൂടി അറിഞ്ഞിരിക്കണം. അദ്ദേഹത്തിൻ്റെ തപോമയിയുടെ അച്ഛൻ എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. 2025 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് KG ശങ്കരപ്പിള്ളയാണ്. എഴുത്തച്ഛൻ പുരസ്കാരം. അപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരമൊക്കെ സമഗ്ര സംഭാവനയ്ക്ക് കൊടുക്കുന്നതായതുകൊണ്ട് തന്നെ അവിടെ കൃതി പഠിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ വയലാർ അവാർഡ്, ഓടക്കുഴൽ പുരസ്കാരം തുടങ്ങിയതിലൊക്കെ നിങ്ങൾ കൃതി പഠിച്ചിരിക്കണം. 2025 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് KG ശങ്കരപ്പിള്ള. 2025 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് EP രാജഗോപാലിനാണ്. അദ്ദേഹത്തിൻ്റെ സാഹിത്യ വിമർശന ഗ്രന്ഥമായ ഉൾക്കഥ എന്ന സാഹിത്യ വിമർശന ഗ്രന്ഥത്തിനാണ് 2025 ഓടക്കുഴൽ പുരസ്കാരം EP രാജഗോപാലിന് ലഭിച്ചത്. 2025 തകഴി സാഹിത്യ പുരസ്കാര ജേതാവ്. 2025 തകഴി സാഹിത്യ പുരസ്കാര ജേതാവ് KP സുധീരയാണ്. 2025 തകഴി സാഹിത്യ പുരസ്കാര ജേതാവ്. 2025 ONV പുരസ്കാരം നേടിയത് N പ്രഭാവർമ്മയാണ്. 2025 ONV പുരസ്കാരം നേടിയത് N പ്രഭാവർമ്മ. 2025 തകഴി സാഹിത്യ പുരസ്കാരം നേടിയത് KP സുധീരയാണ്. KP സുധീര. 2025 ജ്ഞാനപ്പാന പുരസ്കാരം നേടിയത് പ്രധാനപ്പെട്ടതാണ്. 2025 ജ്ഞാനപ്പാന പുരസ്കാരം നേടിയത് KP ശങ്കരനാണ്. അപ്പോൾ തിരഞ്ഞെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളാണ്. പരീക്ഷയിൽ ഉറപ്പായിട്ടും ചോദിക്കുമെന്ന് കരുതുന്ന പുരസ്കാരങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മിസ്സാക്കാതെ പഠിക്കണം. 2025 ജ്ഞാനപ്പാന പുരസ്കാരം KP ശങ്കരനാണ് ലഭിച്ചത്. 2025 പത്മപ്രഭ പുരസ്കാരം നേടിയത് ആലങ്കോട് ലീലാകൃഷ്ണനാണ്. 2025 പത്മപ്രഭ പുരസ്കാരം നേടിയത് ആലങ്കോട് ലീലാകൃഷ്ണനാണ്. അപ്പോൾ 2026 2025 പുരസ്കാരങ്ങളാണ് പലതും പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ 2025 പുരസ്കാരങ്ങളാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇനി വരുന്ന പരീക്ഷയിൽ കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് നിന്ന് ചോദിക്കുന്നത്. അപ്പോൾ പത്മപ്രഭ പുരസ്കാരം ആർക്കാണ്? ആലങ്കോട് ലീലാകൃഷ്ണൻ. 2025 മാധവിക്കുട്ടി പുരസ്കാരം നേടിയത് സുഭാഷ് ചന്ദ്രനാണ്. മാധവിക്കുട്ടി പുരസ്കാരം നേടിയത് സുഭാഷ് ചന്ദ്രൻ. 2025 മാതൃഭൂമി അവാർഡ് നേടിയത് മേതിൽ രാധാകൃഷ്ണനാണ്. മാതൃഭൂമി അവാർഡ് ലഭിച്ചത്. 2025 മാതൃഭൂമി അവാർഡ് ലഭിച്ചത് മേതിൽ രാധാകൃഷ്ണനാണ്. 2025 ജ്ഞാനപീഠം നേടിയതാരാണ്? R വൈരമുത്തു ആണ് 2025 ജ്ഞാനപീഠ അവാർഡ് നേടിയതെന്ന് അറിഞ്ഞിരിക്കുക. 2026 കടമ്മനിട്ട പുരസ്കാര ജേതാവ് ഏഴാച്ചേരി രാമചന്ദ്രനാണ്. ഏഴാച്ചേരി രാമചന്ദ്രനാണ് കടമ്മനിട്ട പുരസ്കാര ജേതാവ്. ഏഴാച്ചേരി രാമചന്ദ്രൻ. 2026 കടമ്മനിട്ട പുരസ്കാര ജേതാവ് ഏഴാച്ചേരി രാമചന്ദ്രൻ. 2024 JC ഡാനിയൽ അവാർഡ് നേടിയ നടി. ഒരു നടിക്കാണ് 2024 പുരസ്കാരമാണ് പ്രഖ്യാപിച്ചത്. 23 ഷാജിയൻ കരുണനായിരുന്നു. 2024 JC ഡാനിയൽ അവാർഡ് ലഭിച്ചത് നടി ശാരദയ്ക്കാണ്. 2024 പുരസ്കാരമാണ് റീസെൻ്റായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ 2024 JC ഡാനിയൽ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? നടി ശാരദയ്ക്കാണ്. 2025 കേരള ജ്യോതി പുരസ്കാര ജേതാവ് M രാഘവ വാര്യരാണ്. M രാഘവ വാര്യരാണ്
2025 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ച ഡോക്ടർ എം രാഘവ വാര്യർ. അപ്പോൾ ഇതിൽ കേരളപ്രഭയും കേരളശ്രീയും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല, എന്നാൽ അതും കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. പറയാം, നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചുകൊള്ളുക. 2025 കേരളപ്രഭ പുരസ്കാരം ലഭിച്ചത് PB അനീഷിനും രാജശ്രീ വാര്യർക്കുമാണ്. അപ്പോൾ കേരള ജ്യോതി പുരസ്കാരം എം രാഘവ വാര്യർക്കാണ്. 2025 കേരളപ്രഭ പുരസ്കാരം ലഭിച്ചത് PB അനീഷും രാജശ്രീ വാര്യരുമാണ്. കേരള ശ്രീ പുരസ്കാരം ശശികുമാർ, ജിലുമോൾ, അഭിലാഷ് ടോമി, MK വിമൽ ഗോവിന്ദ്, ഷഹൽ ഹസൻ മുസ്ലിയാർ തുടങ്ങിയവർക്കാണ് കേരള ശ്രീ പുരസ്കാരം 2025 ലഭിച്ചത്. അപ്പോൾ അതൊക്കെ ഒത്തിരി പേരുള്ളത് കൊണ്ട് ഇതിനകത്ത് ഏതാണ് ലഭിച്ചത് ലഭിക്കാത്തത് എന്ന രീതിയിൽ ചോദിക്കും. അപ്പോൾ 2025 കേരള ജ്യോതി നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഡോക്ടർ MR രാഘവ വാര്യർക്കാണ് കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത്. 2025 37ാമത് ജിമ്മി ജോർജ് പുരസ്കാരം നേടിയത് എൽദോസ് പോളാണ്. 2025 37ാമത് ജിമ്മി ജോർജ് പുരസ്കാരം നേടിയത് എൽദോസ് പോളാണ്. മികച്ച കായിക താരത്തിന് കൊടുക്കുന്ന അവാർഡാണ്. അതുപോലെ 2026 പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ നേടിയ ആൾക്കാരെയും കൂടി മലയാളികളെയും കൂടി അറിഞ്ഞിരിക്കണം. 2026 പത്മവിഭൂഷൺ നേടിയ മലയാളികൾ VS അച്യുതാനന്ദൻ, KT തോമസ്, P നാരായണൻ തുടങ്ങിയവരാണ് പത്മവിഭൂഷൺ. 2026 പത്മവിഭൂഷൺ നേടിയ മലയാളികൾ VS അച്യുതാനന്ദൻ, KT തോമസ്, P നാരായണൻ. 2026 പത്മഭൂഷൺ ലഭിച്ച മലയാളികൾ നടൻ മമ്മൂട്ടി, വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹത്തിനുമാണ് പത്മഭൂഷൺ ലഭിച്ചത്. 2026 പത്മഭൂഷൺ ലഭിച്ചത് മമ്മൂട്ടിക്കും വെള്ളാപ്പള്ളി നടേശനുമാണ്. 2026 പത്മശ്രീ ലഭിച്ചത് ആർക്കൊക്കെയാണ്? മലയാളികളാണ് പറയുന്നത് കേട്ടോ. പത്മഭൂഷൺ ലഭിച്ചത് ഒരുപാട് പേർക്കുണ്ട്. പത്മഭൂഷൺ ലഭിച്ച മലയാളികളാണ് മമ്മൂട്ടിയും വെള്ളാപ്പള്ളി നടേശനും. 2026 പത്മശ്രീ ലഭിച്ച മലയാളികളാണ് AE മുത്തുനായകം, കലാമണ്ഡലം വിമല മേനോൻ, കൊല്ലക്കൽ ദേവകിയമ്മ. ഒക്കെയാണല്ലോ. ഒന്നുകൂടെ പറയാം. 2026 പത്മവിഭൂഷൺ ലഭിച്ച മലയാളികൾ VS അച്യുതാനന്ദൻ മരണാനന്തരം, KT തോമസ്, P നാരായണൻ. 2026 പത്മഭൂഷൺ ലഭിച്ചത് മമ്മൂട്ടി, വെള്ളാപ്പള്ളി നടേശൻ രാഷ്ട്രീയ പ്രവർത്തകൻ. 2026 പത്മശ്രീ ലഭിച്ചത് AE മുത്തുനായകം, കലാമണ്ഡലം വിമല മേനോൻ, കൊല്ലയ്ക്കൽ ദേവകിയമ്മ തുടങ്ങിയവർക്കാണ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത്രയും പുരസ്കാരങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൻ്റെ PDF നോട്ട് വേണം എന്നുള്ളവർ എന്ത് ചെയ്തു കൊള്ളുക, നമ്മുടെ ടെലിഗ്രാം ചാനലിൽ മെമ്പർ ആയിക്കൊള്ളുക. ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻ്റായിട്ട് കൊടുത്തേക്കാം. ഓക്കെ ആണല്ലോ. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്